എല്ലാരും വേണ്ട അവിടെ വന്നേ കൈ വാട്ടിക്കേട്ടാ പഠിപ്പിച്ച കാര്യങ്ങൾ എന്നിട്ട് നോക്കി Mahimavavam Manavarangal Sarkadami
പ്രവർത്തിക്കണം. ജീവന്റെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവ്വേശ്വര സകലത്തിലെയും നാഥനുടെയും ആവശ്യമായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഖലകളിൽ നീ പ്രത്യക്ഷനാവുകയും രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ പക്ഷരായി കബറിൽ നിന്ന് ഒരുക്കുകയും ദുഃഖദിനങ്ങളിൽപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ സർവേശ്വര അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ നല്ല വരത്തു വലം ഭാഗേ ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതരായുസ്സും ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കും പരിശുദ്ധാത്മാവിനും സ്ത്രീ ബാബാപുത്രൻ റൂഹായി മൃതനാമിന്നൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും മെന്നിവിളങ്ങും വചനമടുടരാൻ വരമരുളേണം മണവറിയുങ്ങൾ ചേർക്കണമീശോ സജീവോന്യതായുമായ സ്വർഗതാരാശനകർത്താവേ ആ സത്യമനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ നിന്റെ വലതുഭാഗത്തെ നിർത്തുകയും ചെയ്യട്ടെ. പാവം പുറത്തുനാളുകൾ കടന്നു ഞങ്ങളും നീതിമാനമായ കർത്താവേ ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വര മറ്റേ ജീവിപ്പിക്കണമേ സഹത്തിന്റെയും നാഥനന്റെയുമായ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കടന്നു ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ തീരുമാനങ്ങൾ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് സമാധാനം ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശവും
നല്ലവരാം എൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. സമാധാനം. കർത്താവേ, നിന്റെ കരുണകളെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഭുവനവുമതിലേ ചെടികാ യാത്രക്കാരാ ഞാൻ വിളിക്കുന്നു. ആശ്രിതമകനീയമായ നിധിയുടെ ദിവസത്തിൽ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. മരണമഴയെ ലോകത്തുനിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയമാവരേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമേ. ജീവന്റെയും മരണത്തിന്റെയും അവന്റെ സന്തോഷപ്രദാനേക്കും കർത്താവേനും സോണിതവും ദീർഘശരീരയുടെ നാട്ടിൽ ചേർക്കണം. ആത്മാവിന്റെ പ്രത്യാശീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരനായ എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയം വിശ്വാസമോടെ ദാസാർത്ഥ്യം ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന്റെ ഹൃദയമന്ത്രോട് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ നമ്മിൽ നിന്ന് വർദ്ധിച്ചു പോകുന്ന അനുഭവം സ്നേഹപൂർവമായ ഒരു യാത്രയെ നൽകുക. പ്രാർത്ഥനാപൂർവം അത് നൽകുക. ആ ഒരു ലക്ഷ്യത്തോടെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മനുഷ്യദൃഷ്ടിയിൽ ഹ്രസ്വമെന്ന് തോന്നുന്ന എന്നാൽ ദൈവദൃഷ്ടിയിൽ തൻ്റെ ജന്മനിയോഗങ്ങൾ പൂർത്തീകരിച്ച് നിത്യ സമാനത്തിനായി ദൈവസന്നിധിയിലേക്ക് പുറപ്പെടുന്ന അനുഭവം
വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അനിലിൻ്റെ വേർപാടിൻ്റെ ദുഃഖം വേറൊന്നുമാക്കി തമ്പുരാൻ നിൽക്കട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമൂഹത്തിൻ്റെ ഇടവക സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചന കൃപാങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനീരിനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പരിശുദ്ധീകരിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. പരിശുദ്ധീകരിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ താരത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചൊരിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, ഭാഗ്യവാനാണെന്നവനറിയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചൊരിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ഡലയാക്കുകയും യാതൊരു ഏൽപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞാൻ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്നോട് നാം ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. എന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ നിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാഴണം. ആശ്രയമഖിലമണിക്കുന്നു മറ്റൊരു സ്വരണം
വിരമിക്കരുടെ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകം. വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ, ശാന്തി നിനക്കു പകർന്നിടും, മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും, മർത്യതയേവം സകലേശൻ ഇതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ പിതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുവിടം ചേർക്കണമെന്നേ അഖിലേശ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെന്നെ നിറുത്തണമേ. നല്ലവരുത്തുവലംഭാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവുപോലും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, നിന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ സുവിശേഷയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അനുജന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ചു നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ. ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ നഷ്ടമാക്കിയ സംഗീതമുണ്ടായിരുന്ന ഒരു കാലത്തിൽ എവിടെയോ കളഞ്ഞുപോയി എൻ കൗമാരം ഇന്നെൻ്റെ ഓർമ്മയിൽ തിരയുന്നു ഞാൻ. വാർദ്ധക്യത്തിൻ്റെയും ശൈശവത്തിൻ്റെയും ഇടയിലെപ്പോഴും നഷ്ടമായ വളരെ മനോഹരമായ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ദുഃഖിക്കുന്ന പ്രപഞ്ചത്തിന്റെ സംഗീതമായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത് മുഴുവനും.
കുടിയേറ്റ ജനതയുടെ ചരിത്രവുമായി വേർപിരിയാനാവാത്ത വിധം, ഇഴ പിരിക്കാനാവാത്ത വിധത്തിലുള്ള ബന്ധമാണ് മലബാർ കുടിയേറ്റ ജനതയുടെ ചരിത്രവും ഈ കുടുംബവും, പ്രത്യേകിച്ച് ഈടാറാത്ത കുടുംബവും തമ്മിലുള്ള അതിശക്തമായ ബന്ധം എന്ന് എല്ലാവർക്കും അറിയാം. വഴികാട്ടികളായും പ്രചോദനമായും ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തിന്റെ കുടിയേറ്റ ചരിത്രവും അനുഭവങ്ങളും ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പ്രിയപ്പെട്ട അനിലിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ ഭവനത്തിലേക്ക് കുടിയേറ്റ പ്രദേശങ്ങളുടെ നാനാഭാഗങ്ങളിൽ നിന്നും അതൊരു വിഭാഗം ജനങ്ങൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകളെല്ലാം ഈ ഭവനത്തിലേക്ക് അണമുറിയാതെ ഒഴുകിയെത്തിയതും ആശ്വസിപ്പിച്ചതും പ്രാർത്ഥനയിൽ പങ്കുചേർന്നതും. കണ്ണേ മടങ്ങുക, കരിഞ്ഞും അലിഞ്ഞും ആശുമണ്ണാകും ഈ മലര വിസ്മൃതമാകും ഇപ്പോൾ, എന്നീടുകാർക്കും ഇതുതാൻ ഗതി. മണ്ണിലേക്ക് തന്നെ മടങ്ങുക. മനുഷ്യ ജീവിതത്തിന്റെ ദൂരം, ദൈർഘ്യം അത്രമാത്രമേ ഉള്ളൂ. എത്ര മഹാനായാലും, എത്ര സമ്പത്തുള്ളവനായാലും, എത്രമാത്രം കരുത്തനായാലും ഈ ലോകത്തിന്റെ കർത്താവേ, ഈ ആത്മാവിനോട് കരുണ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താന വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ കർത്താവേ, കരയുന്നവരുടെ കണ്ണുകൾ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവനുമായ മിശിഹായേ, നിന്റെ ദാസൻ അനിലിന്റെ പാപങ്ങൾ കൊടുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ യാതിക്കും ഞങ്ങളെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. എന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെയും പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം. വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോരും ജീവിത ചെയ്തികളും
എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിൻ ഇളകും കടൽ പോയി സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കേൾപ്പൂ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. ദൈവം പ്രിയപ്പെട്ട ചേട്ടായി പ്രവേശിക്കുമാറാകട്ടെ. ഭാരതത്തിലെ പ്രാർത്ഥന ഇവിടെ പൂർണ്ണമാവുകയാണ്. മനുഷ്യ ജീവിതം ദേവാലയ ബന്ധിതമാണെന്ന് നമുക്കറിയാം. തുടർന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് ഉലാഹ യാത്രയായിട്ട് പുറപ്പെടുകയാണ്. വഴിയില് മാത്രമുള്ളവര് വഴിയിലേക്ക് രണ്ട് നിരയായിട്ട് റോഡിന്റെ ഇടത് ഭാഗം ചേർന്ന് ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് ശ്രദ്ധിക്കുക. പരക്കുരിശും കുടിയും കുടകളും എടുത്ത് ആളുകളുടെ മുമ്പോട്ടും ഇറങ്ങുക. ആരും നിയന്ത്രിക്കുവാനായിട്ടോ അല്ലെങ്കിൽ വഴി പറഞ്ഞു തരാനായിട്ടോ ഇല്ല. ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. വിടവാങ്ങും നശ്വരമുലകൾ എനിക്കായി നൽകിയ വസതി പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. ഇവിടെ നാളെ പോയിട്ടാ പോ. കൂടെ വെക്കുവാനേ അവരെല്ലാം മുത്തട്ടെ അച്ഛനെ ഇവരെ കൊണ്ടുപോ എടാ ഇവരാണോ മുപ്പതാടിക്കോ അറിയിക്കപ്പാ കൊണ്ട് പോക്കോ ആളെ ഇറക്കാതെ ആളെ പിള്ളേർക്കാൻ മുത്തണ്ണ അസൗകര്യമുണ്ടാക്കാതിരിക്കുക. പെട്ടെന്ന് ഭാഷയ്ക്ക് ഇറങ്ങുക. കയ്യൊപ്പിച്ചേർക്കാനായിട്ടുണ്ട്.
പരിശുദ്ധ പുകരുമിടത്തിൽ പോകുന്നു വിശിഹാരാജൻ സാധിക്കാത്തവർക്ക് ജവാലയത്തിന്റെ ആലുവാതിലൂടെ ശരീരത്തിന് സമീപത്തേക്ക് കടന്നു വന്ന് അന്നത്തേക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ എത്തുക. പ്രിയപ്പെട്ട ഭാര്യ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്കും എന്റെ പിതാവായ ശ്രീ സാറിനും ടീച്ചറിനും മറ്റു 3 സഹോദരങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനാപൂർവമായ അനുശോചനം ഞാൻ അറിയിക്കുകയാണ്. അനിലിന്റെ വേർപാടിൽ ദുഃഖിതരായി ഈ പൊതുസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന അനേക ചോദ്യങ്ങളും മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകളുണ്ട്. ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഒരു മരണം അതിൻ്റെ 42 വയസ്സാണ് പ്രായം. അതുകൊണ്ട് സ്വാഭാവികമായും അനുജമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു യാഥാർത്ഥ്യം, എന്തിന് ഈ ഒരു പ്രായത്തിൽ ഇത്ര പെട്ടെന്ന് അതിന്റെ മരണത്തിലൂടെ കടന്നുപോയി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇത് ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സഹനമാണ്, ഒരു വേദനയാണ്. ആ ഒരു സത്യത്തിന്റെ മുന്നിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ വായിക്കുകയും അതിലെ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യം, സഹനം എപ്പോഴും നീതിമാന്മാർക്ക് ഉള്ളതായിരുന്നു. നീതിപൂർവ്വം വർത്തിച്ചിട്ടുള്ള ആളുകൾക്കായിരുന്നു ദൈവം സഹനം നൽകിയിരുന്നത്. അതിനുള്ള കാരണം
ആ സഹന വഴികളിലൂടെ അവർ കടന്ന് ദൈവത്തിന്റെ മുന്നിൽ നീതിമാന്മാരായി വർദ്ധിക്കാനുള്ള യോഗ്യത നേടുകയും അത് കണ്ട് ആ ജീവിത മാതൃക കണ്ട് മറ്റുള്ളവർ ആ ജീവിതത്തിന്റെ സങ്കടങ്ങളെയും വേദനകളെയും നേരിടാനായിട്ട് പഠിക്കുകയും ചെയ്യുക. പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സത്യം. ജോബ് പറയുന്നത് തന്റെ ജീവിതത്തിൽ തന്റെ ആരോഗ്യം, തന്റെ സമ്പത്ത്, തന്റെ കുടുംബ ബന്ധങ്ങൾ എല്ലാം നഷ്ടമാകുന്ന സന്ദർഭത്തിലും ജോബ് അവസാനം പറയുന്നത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സമൃദ്ധികളാൽ ദൈവത്തെ പ്രസാദിച്ച് ചെയ്യാതെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹനാഥമായ പ്രാർത്ഥനയാലും വിശുദ്ധാവരോടുകൂടെ ഇയാളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും കാര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. മരിച്ചവരെ ഉയർത്തിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെ നീ ഭമത്വമറിയിക്കുന്നു. യവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ ശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂടാശകളാൽ എന്റെ ആത്മാവിന് കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും
എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രാർത്ഥനയോടെ സ്മരിക്കുന്നു. ആദ്യമായി അഭിവൃദ്ധി പിതാവിനെ പ്രത്യേകമായിട്ട് പറയുകയാണ്. 2 ദിവസം മുൻപ് പിതാവിനെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. പിതാവ് ഞങ്ങളുടെ സമൂഹത്തിനായിട്ട് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. ചേട്ടായുടെ കണ്ണൂരിനെ കുറിച്ച് പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവ് കൂടി എന്നെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നു. അതോടൊപ്പം തന്നെ ഞാൻ തീർച്ചയായിട്ടും ചേട്ടായുടെ ഈ പ്രാർത്ഥനകൾക്കും മറ്റ് കർമ്മങ്ങൾക്കുമായിട്ട് വരുമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മരണം കൊണ്ട് ജീവിതം ഒരിക്കലും ലോകത്തിൽ അവസാനിക്കില്ല. ഈശോ കാട്ടിയ അവനെ മാതൃക ആണ് പിതാവ് തന്റെ സന്ദേശത്തിലൂടെ നമുക്ക് നൽകിയത്. ഈ നിമിഷം ഞാൻ ഒത്തിരി സ്നേഹത്തോടു കൂടി പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ കൊണ്ട് നീ എന്നെ കളിക്കുക, ഞാൻ നിർമ്മലനാകും. നീ സ്വീകരിച്ച ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു,
തന്നെ മടങ്ങുമെന്ന ഓർത്തുകൊള്ളുക. ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ നാളിൽ കർത്താവേ നീ അണയുമ്പോൾ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ
മരിച്ച മരണമടനെ മഹിമയോട് ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായും മകനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വസ്ത്രത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാനിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ ഇവിടുന്ന് ചുംബിക്കാനുള്ള ചുംബിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് മാറിയില്ലേ? നിങ്ങൾ പൊക്കോ, ഇവിടുത്തെ കഴിഞ്ഞു ബാക്കിയുള്ള
ലോക്ക്